കാസർഗോഡ് മോക്ക് പോളിംഗിനിടെ ബിജെപിക്ക് അധിക വോട്ട് പോയെന്ന പരാതിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. പരാതി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് PR അരവിന്ദും കാസർഗോഡ് നിന്ന് ഷെഫീഖ് നസ്രുള്ളയും ചേരുന്നുണ്ട്. അരവിന്ദ്, ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ തന്നെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന സമയത്തുകൂടിയാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടൽ വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്? എന്തെല്ലാം നിർദ്ദേശങ്ങൾ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നുണ്ട്? രശ്മ, വോട്ടിംഗ് മെഷീനിലെ വിവിപാറ്റുകൾ പൂർണ്ണമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. ഇന്ന് രണ്ടാം ദിവസമാണ് ഈ ഹർജിയിൽ വാദം തുടരുന്നത്. ഹർജിക്കാരുടെ വാദം പൂർത്തിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ കാസർഗോഡിലെ വിഷയം ഉയർത്തി കാണിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രശാന്ത് ഭൂഷൺ ഇത്തരത്തിൽ EVM-ൽ മോക്ക് പോളിംഗ് നടക്കുന്നതിനിടെ BJPക്ക് അധിക വോട്ട് ലഭിച്ചു എന്നുള്ള ഒരു ആരോപണം സുപ്രീം കോടതിയിൽ ഉയർത്തി കാണിക്കുകയും ഇതിൽ അടിയന്തരമായി പരിശോധിക്കുവാൻ ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ 4 EVM മെഷീനുകളിലാണ് BJPക്ക് അധികമായി വോട്ട് ലഭിച്ചുവെന്നും പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും EVM-ന്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നാളെ നടക്കാനിരിക്കെ ഈ ഹർജിയിൽ ഇന്നൊരു ഉത്തരവ് കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് വിഷയം ഉൾപ്പെടെ അതീവ ഗൗരവമായി തന്നെയാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. ആ വിഷയത്തിൽ ഒരു അടിയന്തര പരിശോധന നടത്തി ഒരു തീരുമാനമെടുക്കുവാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേഷ്മ. അരവിന്ദ് തുടരൂ. കാസർഗോഡ് നിന്ന് ഷെഫീഖ് നസ്രുള്ള കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷെഫീഖ്, അതായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെയും ഒപ്പം സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഏജന്റുമാരാണ് ആദ്യം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നത് ഈ വിഷയത്തിൽ. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടലിനാസ്പദമായ സംഭവം എന്തായിരുന്നു? വിവരങ്ങൾ എങ്ങനെ? കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ EVM പരിശോധന പുരോഗമിക്കുകയാണ്. EVM പരിശോധന നടന്ന ഇന്നലെയാണ് 4 മെഷീനുകളിൽ സാങ്കേതിക പിഴവ് കണ്ടെത്തിയത്. BJPക്ക് താമരക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തി വിവിപാറ്റ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് 2 വോട്ടുകൾ 2 വിവിപാറ്റുകളിൽ 2 എണ്ണം പ്രിൻ്റ് ചെയ്ത് വരുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇതിൽ ഒന്നിൽ ഇത് എണ്ണാനുള്ളതല്ല എന്ന് പ്രത്യേകം ചെറുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാങ്കേതികമായി ആദ്യത്തെ പേരുകാരുടെ പ്രിൻ്റാണ് വരുന്നത്. അത് മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടേതാണെങ്കിൽ അങ്ങനെ പ്രിൻ്റ് വരും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ അതിൽ ആ ഒരു വിശദീകരണത്തിൽ UDF LDF സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ തൃപ്തരായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണാനുള്ളതല്ല എന്ന് ചെറുതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് വോട്ടെണ്ണുന്ന സമയത്ത് ഇത് വലിയ വാഗ്വാദങ്ങൾക്കും അതുപോലെ തർക്കങ്ങൾക്കും വഴിവെക്കും. എണ്ണുന്ന സമയത്ത് BJP താമരയുടെ പ്രതിനിധികൾക്ക് ഇത് തങ്ങളുടെ വോട്ടാണ് എന്ന് അവകാശപ്പെടാനുള്ള സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് ഇത് പരിശോധിച്ച് ഇതിൽ കൃത്യത വരുത്തിയതിനു ശേഷം മാത്രമേ ഇനി തുടർ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഈ 4 മിഷനുകളിൽ നടത്തിയപ്പോഴാണ് ഇത്തരം ഒരു പിഴവ് കണ്ടെത്തിയത്. ഒരു റൗണ്ടിൽ 20 മിഷനുകളാണ് പരിശോധിക്കുന്നത്. ഇതിൽ 4 എണ്ണത്തിലാണ് ഇത്തരത്തിൽ ഒരു സാങ്കേതികമായ പിഴവ് കണ്ടെത്തി. താമരക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് വിവിപാറ്റ് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ താമരക്ക് 2 വോട്ട് കാണുന്നു. അതിൽ താമരക്ക് ഉള്ള ഒരു വോട്ടിൽ ഇത് എണ്ണാനുള്ളതല്ല എന്ന് ചെറുതായി പ്രിന്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് പിന്നീട് കൗണ്ടിംഗ് സമയത്ത് തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് ഇതെങ്ങനെയാണ് താമരക്ക് 2 വോട്ട് പ്രിന്റ് ചെയ്ത് വന്നത് എന്നതും അതോടൊപ്പം തന്നെ ഇത് എണ്ണാനുള്ളതല്ല എന്ന് പ്രിന്റ് ചെയ്യുന്നത് ഏത് സ്വഭാവത്തിലാണ്, അതിൻ്റെ കൃത്യമായൊരു വിശദീകരണം വേണം എന്നാണ് UDF LDF പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ തൃപ്തികരമടക്കം ഈ മെഷീനുകൾ മാറ്റണമെന്നൊരു ആവശ്യം ഏജന്റുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കുമോ, കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമോ ഈ മെഷീനുകൾ മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക? തീർച്ചയായും ഇത്തരം അപാകതയുള്ള മുഴുവൻ മെഷീനുകളും മാറ്റിയതിനു ശേഷം മാത്രമേ ഇത് തുടരാൻ പാടുള്ളൂ എന്നതാണ് LDF UDF പ്രതിനിധികളുടെ ആവശ്യം. 228 മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. ഒരു റൗണ്ടിൽ 20 മെഷീനുകൾ എണ്ണും. 3 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് 4 മെഷീനുകൾക്ക് ഇത്തരത്തിൽ പരാതി ഉയർന്നത്. ഇതിൽ പൂർണ്ണമായും മെഷീനുകൾ എണ്ണിക്കഴിയുമ്പോഴേക്കും എത്ര എണ്ണത്തിൽ ഇത്തരത്തിൽ ഒരു വോട്ട് താമരക്കിടുമ്പോൾ 2 വോട്ട് എന്ന രൂപത്തിൽ VVപാറ്റുകൾ പ്രിന്റ് ചെയ്തു വരും എന്നത്
പരിശോധിക്കേണ്ടതുണ്ട്. അത് പൂർണ്ണമായും സമയമെടുത്ത് പരിശോധിച്ച് കൃത്യത വരുത്തിയതിനു ശേഷം മാത്രമേ ഇത് തുടരാൻ പാടുള്ളൂ എന്ന ഒരു രീതിയിലാണ് ഇവർ പരാതിയും നൽകിയിട്ടുള്ളത്. ഗൗരവത്തോടു കൂടിയാണ് LDF UDF പ്രതിനിധികൾ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. എന്നാൽ അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇത് എണ്ണാനുള്ളതല്ല എന്ന് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നും. എന്നാൽ LDF UDF പ്രതിനിധികൾ ചോദിക്കുന്നത് താമരയുടേത് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വോട്ടിട്ടപ്പോൾ 2 എണ്ണം പ്രിന്റ് ചെയ്ത് വരുന്നത്? അതോടൊപ്പം തന്നെ അതിൽ ചെറുതായിട്ടാണ് എണ്ണാനുള്ളതല്ല എന്ന് എഴുതിയിട്ടുള്ളത്. അത് എണ്ണുന്ന സമയത്ത്, വോട്ടെണ്ണുന്ന സമയത്ത്, കൗണ്ടിങ്ങിൻ്റെ സമയത്ത് വലിയ തർക്കങ്ങൾക്ക് കാരണമാവും. അത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് കൃത്യമായ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമാവും. അത്തരത്തിൽ ആക്ഷേപമുയർന്ന, പരാതി ഉയർന്ന മുഴുവൻ മെഷീനുകളും മാറ്റണം എന്നൊരാവശ്യമാണ് LDF UDF പ്രതിനിധികൾ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ ചെയ്യാത്ത വോട്ടിംഗ് മെഷീൻ BJP സ്ഥാനാർത്ഥിയുടെ പേരിൽ രേഖപ്പെടുത്തിയെന്ന പരാതിയിലാണ് വളരെ നിർണായകമായ ഇടപെടൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. മോക്ക് പോളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മോക്ക് പോളിൽ കുറഞ്ഞത് 4 വോട്ടിംഗ് യന്ത്രങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു പരാതി. VVPAറ്റുകൾ എണ്ണുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിലെ വാദത്തിനിടെയാണ് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ കാസർകോട്ടെ മോക്ക് പോൾ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സുപ്രീം കോടതി നിർണായകമായ ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട നടപടികളിൽ കൃത്രിമത്വം നടക്കുന്നില്ല എന്നുറപ്പാക്കാൻ എന്തൊക്കെ പ്രക്രിയകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഷെഫീഖ് നസ്രുള്ളയും PR അരവിന്ദും നൽകിയത്.